ഈ കുട്ടി ദോശ ഇങ്ങ് എടുക്കുക, നമ്മുടെ കറി ഇങ്ങനെ അങ്ങ് പൊതിയുക. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മുടെ വണ്ടിയിൽ നിന്നാണ് ഇപ്പം നമ്മുടെ ലൈറ്റിൻ്റെ പവർ എടുത്തിരിക്കുന്നത്. അതിന് ഒരു എക്സ്ട്രാ സോക്കറ്റ് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇങ്ങോട്ട് ടെൻ്റ് സെറ്റ് ചെയ്യാം. ഏഴുമണി ആയതേ ഉള്ളൂ. നല്ല ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 6:15 തന്നെ നല്ല ഇരുട്ടായി. നമ്മളിപ്പം ഇരിക്കുന്നത് നല്ലൊരു മലയുടെ മുകളിലാണ്. പക്ഷേ ഈ ഇരിക്കുന്ന സ്ഥലത്ത് അധികം വലിയ സെറ്റപ്പൊന്നുമില്ല. നല്ല മുമ്പോട്ടുള്ള കാഴ്ചകളോ പുറകിലോട്ടോ ഒന്നുമില്ല. ഇവിടെ മൊത്തം ഈ കട്ടൻ പയർ, ഒരു പ്രത്യേക പയറുണ്ടല്ലോ റബ്ബർ തോട്ടത്തിലൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഈ മലകളിലൊക്കെ പിടിച്ച് കയറി കിടക്കുന്ന ഒരു കാട് പോലെ കിടക്കുന്ന റബ്ബർ പയറുണ്ട്. ആ പയറാണ് മൊത്തത്തിലൂടെ മൂടി കിടക്കുന്നത്. ഏകദേശം മുട്ടപ്പം അത് തന്നെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് രാവിലെ അടിപൊളിയായിട്ട് സൂര്യോദയം കാണാൻ വേണ്ടി കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു കല്ലുണ്ട് നല്ല പൊക്കത്തിലിരിക്കുന്നത്. ഇന്ന് നമ്മൾ രാത്രിയിലേക്ക് വേണ്ടി ഭക്ഷണം എന്ന് പറയുന്നത് ദോശ ഇടാം. രാത്രി ദോശ ഇടാൻ വേണ്ടി അടിപൊളിയായിരിക്കും. ദോശയും ചുട്ടിട്ട് ചെറിയ കറിയും ഉണ്ടാക്കി കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾക്ക് സൂര്യോദയം കാണാം. രാവിലെ എണീക്കണം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്ന് പോകണം അങ്ങോട്ട് ആ കല്ലിൻ്റെ മുകളിലോട്ട് എത്താൻ വേണ്ടി. നമുക്കെന്തായാലും ഒന്നും കൂടി പുറത്തുകൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. അതിൻ്റെ പുറകിലൊക്കെ എന്തെങ്കിലും ജീവികളൊക്കെ, ഈ തേളും അങ്ങനെയുള്ള ചെറിയ ശല്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. തേള്, തവള, മിക്കവാറും പാമ്പും കാണാൻ സാധ്യതയുണ്ട്. നമുക്കെന്തായാലും ഇതിൻ്റെ അകത്തോട്ട് ഇരിക്കുന്നതിന് മുമ്പ് എല്ലാം പരിസരമൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ടെൻറ്റ് പിടിച്ച് കെട്ടിയിട്ടില്ല കേട്ടോ. നല്ല മഴയോ കാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ടെൻറ്റ് പിടിച്ച് കെട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമ്മളുടെ ലഗേജും അതേപോലെ തന്നെ നമ്മളും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടെൻറ്റ് പറന്നൊന്നും പോകത്തില്ല. ഇവിടെ പിന്നെ കാറ്റും ബഹളങ്ങളൊന്നുമില്ല. നമ്മൾക്കിനി വെച്ച് താമസിക്കേണ്ട, നമ്മൾക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല എരിവുള്ള തക്കാളിക്കറിയും ഗോതമ്പ് ദോശയും അടിപൊളിയായിരിക്കും. ഒരു തക്കാളിയല്ല, ഒരു സവോള, 2 തക്കാളി, ഒരു വഴുതനങ്ങ, ഇത്രയും മതി. പിന്നെ ക്യാമ്പ് ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തത്തില്ല കേട്ടോ. പെയ്ഡായിട്ടുള്ള ലൊക്കേഷൻസ് മാത്രമേ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസുകളിൽ പരിചയപ്പെടുത്തത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാലം ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ആയിരിക്കത്തില്ല മിക്കവാറും നമ്മളല്ല കേട്ടോ, വേറെ ആരെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യുമ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് ടെൻ്റ് അടിക്കുക, ആ പ്രദേശത്തെ ആൾക്കാർ പോലും തിരിച്ചറിയാത്ത രീതിയിൽ അത്രയും സൈലൻ്റായിട്ട് പോയിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ചിലപ്പം ചില ആൾക്കാർ, നമ്മളോ ഈ കാണുന്ന ആൾക്കാരൊന്നുമല്ല, വേറെ ആരെങ്കിലും, ആരെയും ഉദ്ദേശിച്ച് പറയുന്നല്ല, ആൾക്കാരൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വരുന്നത്? അന്നേരം ഈ പോയത് പറയും, ഇന്നയാൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തല്ലോ, ഞങ്ങൾക്ക് തന്നെ വന്നുകൂടെ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് ലൊക്കേഷനൊന്നും ആരും ചോദിക്കണ്ട. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്.
ഫസ്റ്റ് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന്, യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്യുക. ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. എത്ര ദൂരം പോകണമെന്ന് സെറ്റ് ചെയ്യുക. അതുപയോഗിച്ച് ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക, ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചോദിച്ചറിയുക, പോകുക, ക്യാമ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കാൻ പറ്റും. വെളുത്തുള്ളി തൊലിയൊന്നും കളയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനുള്ളൂ. സംഭവങ്ങളൊക്കെ വാടി വന്നിട്ടുണ്ട്. മുളക് പൊടി, ടേസ്റ്റിന് വേണ്ടി ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പെപ്പർ. തക്കാളിക്കറി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. ക്യാമ്പിംഗ് അല്ലേ, ഒട്ടും കുറയ്ക്കേണ്ട, എല്ലാം ഒഴിക്കാം. നമ്മുടെ കറി റെഡിയായി. ഇനി ദോശ ചൂടാനുള്ള പരിപാടിയാവും. അങ്ങനെ ആദ്യത്തെ ദോശ ഒന്ന് ചുട്ടു നോക്കാം. എണ്ണ കുറച്ച് കൂടിപ്പോയി. അങ്ങനെ നമ്മുടെ അവസാന ദോശയും ചുട്ടിരിക്കുകയാണ്. നമ്മുടെ ദോശ റെഡി. കറിയും റെഡി. നമുക്കൊരു കുട്ടി ദോശയും കൂടെ ഉണ്ട് കേട്ടോ. അവസാനം ഒരു കുട്ടി ദോശ ഉണ്ടായിരുന്നു. കുട്ടി ദോശ അല്ലെങ്കിൽ ബട്ടൺ ദോശ. കറി കുറച്ച് കൂടുതലാണ്. ഈ കുട്ടി ദോശ ഇങ്ങനെ എടുക്കുക, നമ്മുടെ കറി ഇങ്ങനെ അങ്ങ് പൊതിയുക. അടിപൊളി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അതേപോലെ തന്നെ അപാര ടേസ്റ്റും. ഒന്നും എടുത്തില്ല. ഒരു ഉള്ളി, 2 തക്കാളി,
ഒരു നീല വഴുതനങ്ങ. നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഞാൻ ലൈറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് മൂവി ചെയ്തു. പാറ്റശല്യമൊക്കെ കുറവാണ്. നമുക്കിനി പരിപാടികളൊന്നുമില്ല, ഉറങ്ങാനുള്ള പരിപാടി നോക്കാം. നമുക്ക് നാളെ രാവിലെ കാണാം. നമുക്ക് വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല ചൂടായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ കുറേ വെള്ളം കുടിച്ചു. നാളെ രാവിലെ കാപ്പി വെക്കാനുള്ള വെള്ളവും അത് കഴിഞ്ഞ് കുറച്ചും കൂടി വെള്ളമുണ്ട്. രാവിലെയൊക്കെ ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ മഞ്ഞൊക്കെ അടിച്ചതിൻ്റെ ഒരു ചെറിയ ജലദോഷം ഉണ്ടാകും, മൂക്കൊലിപ്പ്. രാവിലെ ഒരു 10 മണിയോടുകൂടിയുള്ള വെയിൽ നല്ലപോലെ അങ്ങ് കൊണ്ടാൽ മതി, സകല രോഗവും പോവും. നല്ല തണുപ്പാണ് കേട്ടോ. പതിവില്ലാത്ത പോലെ മഴ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പ് കിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഷൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സോക്സ് ഒരെണ്ണം കയ്യിൽ കരുതിക്കോണം. ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാലായിരിക്കും ഏറ്റവും കൂടുതൽ തണുപ്പ് പിടിക്കുന്നത്. അതുകൊണ്ട് സോക്സ് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുവിധപ്പെട്ട തണുപ്പൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റായിട്ട് സോക്സ് ക്യാമ്പിങ്ങിൽ ഉപയോഗിച്ചിരിക്കണം, എവിടെയാണെങ്കിലും ശരി, പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിൽ. സമയം 10 മണി. 10 മണിക്ക് മുമ്പ് ഉറങ്ങണം. 10 മണിക്ക് ശേഷം ഒരു പരിപാടി ഉണ്ടായിരിക്കുന്നുണ്ട്. ലൈറ്റ്. അപ്പം നമുക്കെല്ലാവർക്കും നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. സമയം 5 മണിക്ക് അലാറം വെച്ച് ഓഫ് ചെയ്ത് പിന്നെ കിടന്ന് ഏകദേശം 5:45. നമുക്ക് ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നേരം വെളുത്തു. നമുക്ക് കണ്ണ് കാണാനുള്ള രീതിയിലുള്ള ലൈറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ സംഭവങ്ങളും പാക്ക് ചെയ്ത് താഴോട്ട് പോകാം. ടെൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. നമുക്കിനി നേരെ താഴോട്ട് വിടാം. സൂര്യോദയം ആയിട്ടില്ല. നമ്മൾ എത്ര ഹൈറ്റിലാണെന്നറിയാമോ? നല്ല കാർമേഘം മൂടിക്കെട്ടി കിടക്കുക ഭയങ്കരമായിട്ട്. അല്ലെങ്കിൽ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും നല്ല രീതിയിൽ സൂര്യോദയം വരുന്നതാണ്. നമ്മുടെ കാപ്പി തിളച്ച് വരുന്നു. അതോടൊപ്പം തന്നെ സൂര്യനതാ മെല്ലെ എണീറ്റ് വരുന്നുണ്ട്. നല്ല റെഡ് കളറായിട്ട്. ആ കാർമേഘം ഇല്ലായിരുന്നെങ്കിൽ നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയേനെ.
എന്തായാലും നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. രാത്രിയിൽ ഒരു ചെറിയ മഴ പെയ്തു. രാവിലെ നല്ല ക്ലിയർ ആയിട്ടുള്ള സൂര്യോദയം കാണുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ആ മഞ്ഞൊക്കെ അങ്ങ് മാറിപ്പോയി. നല്ല അടിപൊളി നല്ല ക്ലിയർ ആയിട്ടുള്ള സൂര്യോദയമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലത്തെ കട്ടണ്ടയൊക്കെ കഴിഞ്ഞു. ഞാൻ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.